കാക്കനാടിനടുത്ത് എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റൈലിഷ് ആയ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നാല് 4.5 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഇവിടെ ഫോൾഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 6 മീറ്ററോളം ഓപ്പണിംഗ് സ്പേസ് ആണ് ഈ ഗേറ്റിന് വരുന്നത്. വീടിന്റെ എലിവേഷനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. അതേ കളർ കോമ്പിനേഷനും ടൈലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിന് ഈ ഭാഗത്തായിട്ട് ഏകദേശം 15 അടി നീളവും 13 അടി വീതിയുമുള്ള ഒരു കാർ പാർക്കിംഗ് ആണുള്ളത്. ഗേറ്റ് കടന്നു വരുമ്പോൾ മുറ്റമെല്ലാം കടപ്പാക്കല്ലുകൾ പാകി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വീടിന്റെ വടക്ക് ഭാഗമാണ്. ഇവിടെ ഏകദേശം 6 അടിയോളമാണ് വീതിയുള്ളത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ായിട്ടാണ് ഈ വീടിന്റെ കിണർ വരുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനുമുണ്ട്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 2.8 അടിയോളം വീതിയാണ് ഈ ഭാഗത്ത് ഉള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു കോർട്ട്യാർഡിനുള്ള സ്പേസ് ഉണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 5.5 അടിയോളം വീതിയാണ് ഈ ഒരു ഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഏകദേശം 9 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ട് ടൈലിന്റെയും ഗ്രാനൈറ്റിന്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായുള്ള ഈ വീടിന്റെ പ്രധാന വാതിൽ കിഴക്ക് ദർശനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീർത്തും തേക്കിലാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പാളിയായിട്ടാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 10 അടിയോളം നീളവും 10 അടിയോളം വീതിയുമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണിത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. വിൻഡോസ് UPVCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിലെ ലിവിംഗ് സ്പേസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ഈ വീടിന്റെ വളരെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഏകദേശം 16 അടിയിലേറെ നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കോർട്ട്യാർഡിലേക്കുള്ള ഒരു വ്യൂവിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചണിലേക്കാണ് വരുന്നത്. ഏകദേശം 16 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഡബിൾ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിനും കബോർഡും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീന് ഒരു പോയിന്റ് നൽകിയിരിക്കുന്നു. നമ്മൾ ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിന്റെ കബോർഡ് വർക്ക് വരുന്നത്. നോർത്ത് വെസ്റ്റ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് കബോർഡ് വർക്കുകളും
ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ വുഡിൽ റാപ്പ് ചെയ്തിരിക്കുന്നു. ത്രെഡ് എല്ലാം തന്നെ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്പൈറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ടുമാണ് ഈ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് വുഡ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ഏകദേശം 16 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഈ അപ്പർ ലിവിങ്ങിനുള്ളത്. അപ്പർ ലിവിങ്ങിന്റെ ഇവിടെയായിട്ട് കബോർഡ് വർക്കും ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 17 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് വളരെ വലിയ ഒരു ഗ്ലാസ് ഡോർ നൽകിയിരിക്കുന്നു. ഈ കോർണറിലായിട്ട് കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഫേസിംഗിലേക്കുള്ള ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 10 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ആ ബാൽക്കണി കൂടാതെ ഇവിടെ നിന്ന് നോർത്ത് ഫേസിംഗ് ആയിട്ട് ഇവിടെയായിട്ടും ഒരു ചെറിയ ബാൽക്കണി നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് പോകുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏകദേശം 13 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതിന്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 17 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ ഒരു പോയിന്റ് നൽകിയിരിക്കുന്നു. നമ്മൾ ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഏകദേശം 10 അടി നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും കാക്കനാടേക്ക് 8 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 4.3 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4.7 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.8 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് 470 ലിങ്സ് സ്ഥലത്ത് 2160 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 98 ലക്ഷം രൂപയാണ്. തികച്ചും ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.